നമസ്കാരം ഗൈസ്, ആർജയാണ്. ആർജസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചക്ക പറിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് രണ്ട് പണിക്കാർ ഇത് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവരാണ് എൻ്റെ ഇന്നത്തെ പണിക്കാർ, ചക്ക പറിക്കുന്ന പണിക്കാർ. ഇവർ ചക്ക പറിക്കും, ഞാൻ നോക്കി നിൽക്കുകയുള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഞാൻ നോക്കി നിൽക്കും. ഇവർ ചക്ക പറിക്കുന്നുണ്ട്. ചക്ക പറിച്ച് എനിക്ക് ഉണ്ടാക്കി തരും, ഞാൻ ഭക്ഷണം കഴിക്കും. അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി. നോക്കാം ഇന്ന് ഉണ്ടാക്കുമെന്ന് അറിയില്ല, പറിച്ചിട്ട് വരാം. എന്തായാലും നമുക്ക് പറിക്കാൻ പോവാം. കുറേ ചക്ക ഉണ്ടോ അവിടെ? കുറേ ചക്ക ഉണ്ടോ? അതെ, കുറേ ചക്ക ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം. എന്തായാലും ചക്ക പറിക്കാൻ പോകുന്ന വഴി തന്നെ ഒരു കുത്തനുള്ള ഇറക്കമാണ്. ഫുള്ളും മഴവെള്ളം പാച്ചിൽ സംഭവിച്ചിട്ട് കുത്തനെ ഒഴുക്കമുള്ള സ്ഥലവും തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. നമ്മളത് അവിടെ രണ്ട് പണിക്കാർ ഫ്രണ്ട് ഓടിക്കഴിഞ്ഞ് വൈഫും പോകുന്നുണ്ട്, വൈഫിൻ്റെ ഫ്രണ്ട് ഓടുന്നുണ്ട്. അവരാണ് ചക്ക പറിക്കുന്ന മെയിൻ ആളുകൾ. നമ്മൾ കൂടെ ചെല്ലുന്നു, നോക്കുന്നു, നല്ല ചക്ക കണ്ടുപിടിക്കുന്നു, പറിക്കുന്നു, വീട്ടിൽ കൊണ്ടുവരുന്നു, ഫ്രൈ ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. നമുക്ക് ചക്ക എത്ര ഒരു 2 ചക്ക കിട്ടിയാൽ മതി. 2 ചക്ക കിട്ടിയൊക്കെ നമ്മൾ സെറ്റപ്പാണ്. അത്രയേ ഉള്ളൂ, അതിൽ കൂടുതൽ ചക്കയുടെ ആവശ്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം എത്ര ചക്കയുണ്ട്. നമുക്ക് അത്യാവശ്യം മൂത്തതും പഴുത്തുന്നുണ്ടെങ്കിൽ കൊള്ളാം, പഴുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നതാണ് നമ്മുടെ മൈൻഡിൽ. പഴുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് തോരൻ വെക്കാനും ഇടിച്ചക്ക ഉണ്ടാക്കാനും ഫ്രൈ ചെയ്യുക, കറി ഉണ്ടാക്കാനൊക്കെയാണ് നോക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് ചക്കക്കറി ഭയങ്കര ഫേമസ് ആണെന്നാണ് വൈഫ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചക്കക്കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കക്കറി. അപ്പോൾ ഉണ്ടാക്കി തരാനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോയി നോക്കാം. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ചക്ക കൊണ്ട് ഇതല്ല എന്ന് പറയുന്നു. ഈ മരത്തിൽ 2 ചക്കയുണ്ട്, ഇതല്ല കേട്ടോ. നമുക്ക് താഴത്തെ പോകേണ്ടത്. താഴത്തേക്ക് എന്തായാലും പോകാം. വഴിയിൽ ഞാൻ ഫോണൊക്കെ ഉപയോഗിച്ച് പോയി ഉറപ്പായിട്ട് ഞാൻ കുഴി കിടക്കും. അതാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്. ഇച്ചിരി ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അപ്പുറത്തേക്ക് തന്നെ അടിച്ച് വീഴും. ഇത് 2 പേരും അവിടെ എത്തിക്കഴിഞ്ഞ് ഫ്രണ്ടിലെത്താനേ അവിടുത്തെ വീട്ടിലെത്താം. താഴത്തെ വീട്ടുകാരുടെയാണ് ചക്ക. അപ്പോൾ അവരോട് പണ്ട് അവിടെ പോകാൻ പറിക്കാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ്, ഇതാണ് ജിജോ ചേട്ടൻ്റെ വീട്. നമ്മൾ ജിജോ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചായയും പപ്പടമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയേക്കണം. ചക്ക പറിക്കാൻ വേണ്ടി പോയപ്പോൾ ആൻറ്റി വിളിച്ച് ചായ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പം പിന്നെ പപ്പടവും കഴിച്ച് ചായയും കുടിച്ച് കശുവണ്ടിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ കപ്പലണ്ടിയൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയേക്കാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം അങ്ങോട്ട് പോകാനുണ്ട് താഴത്തേക്ക്. നമുക്ക് താഴത്തേക്ക് പോയി നോക്കാം. ഗൈസ്, നമ്മൾ വീണ്ടും താഴത്ത് ഇറങ്ങാണ്. നമ്മൾ ജിജോ ചേട്ടൻ്റെ കുടുംബ വീട്ടിലാണ് ചക്ക പറിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളത് താഴത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇനി കുറച്ച് കുന്നും കൂടി ഇറങ്ങാണ്ട് ചെറിയൊരു ഇറക്കം കൂടിയുണ്ട്. സൂക്ഷിച്ചിറങ്ങാൻ വലിയ ഉറപ്പായിട്ടും തിന്നടിച്ച് വീഴും കഴിഞ്ഞാൽ കൈകാലൊക്കെ പോകാൻ ചാൻസ് കൂടുതലായതിൻ്റെ പേരിൽ ഞാൻ ക്യാമറ കുറച്ച് ഓഫ് ചെയ്യണം. ഗൈസ്, ഇവിടെ ആടൊക്കെ ഉണ്ട്. ഗൈസ്, ആടവിടെ നിന്ന് കരയുന്നുണ്ട്. ആടിൻ്റെ കുഞ്ഞൊക്കെ അവിടെ ഉണ്ട്. കറുമ്പനാണ്, നല്ല മുട്ടനാണ് നിൽക്കുന്നത്. പിന്നെ പിള്ളേരൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. നമ്മൾ ഇത് ആ ചക്ക മരത്തിന് ചക്ക എടുക്കുമ്പോൾ പക്ഷേ ഹൈറ്റിലാണ്. ഇത് എങ്ങനെ ഇടും എന്നുള്ള പിടിയില്ല, നോക്കാം. ഗൈസ്, ഒരു ആട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ 2 കുട്ടി ഉണ്ട്. 2 കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി ഒരു കുട്ടിയുടെ മുകളിൽ ഇരിപ്പുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ താഴത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോയ ആറിൻ്റെ മുകളിലാണ്. അങ്ങനെ താഴെയാണ് ആ ആറിരിക്കുന്നത്. ഏകദേശം ഈ ഭാഗത്തോട്ട് താഴത്താണ് ആറിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ അതിൻ്റെ ഫുൾ വ്ലോഗുണ്ട്. നമ്മളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആറ്റി പോണതിൻ്റെ. ഗൈസ്, ഈ മരത്തിൽ ആണെങ്കിൽ ചക്കയാണെങ്കിൽ പെടും. കാരണം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. കയറി കിടത്തിട്ട് അപ്പുറത്തൊരു 3-4 ഒരുമിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലെങ്കിൽ ഇതാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഒന്നും ഇപ്പുണ്ട്. ഇതിലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് താഴത്തുനിന്നൊക്കെ എടുക്കാം. നമുക്ക് ഇടിച്ചൊക്കെ തോരനുണ്ടാക്കാനും ഒക്കെ ആണെങ്കിൽ ഇതാണ് നല്ല ചൂടി. താഴത്തുനിന്നെടുക്കാൻ വന്നത് ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത്. കാണാൻ പറ്റും മുകളിൽ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും പിന്നെ ഈ സൈഡിലായിട്ടും ഏകദേശം ഈ സൈഡിലായിട്ടും നിൽപ്പുണ്ട്. അതൊക്കെ ഹൈറ്റ് ആയിക്കണമെന്ന് നോക്കാം. ഏതോടൊക്കെ നമുക്ക് അറിയില്ല. അടുത്ത ഒരു ചക്ക വീഴ്ത്തിയിട്ടുണ്ട്. അതൊക്കെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇത് നേരത്തെ ഞാൻ കാണിച്ചില്ല, 2 ഉണ്ടായിരുന്നു. ഞാൻ 2 ഒരെണ്ണത്തിന് വീഴ്ത്തിയേക്കാണ്. ആ ഒരെണ്ണമാണ് താഴത്ത് വീണിട്ടുള്ളത്. അതിനെടുക്കാൻ വേണ്ടി പോയേക്കാണ്. ആ ഒരെണ്ണം കൂടി വീഴ്ത്തിട്ട് ഒരുമിച്ച് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇവർക്ക് ഒരെണ്ണം ആദ്യം കെട്ടിടം വെച്ചെടുക്കാൻ വേണ്ടി പോയേക്കാണ്. ഗൈസ്, ചക്ക തിരയാൻ വേണ്ടി പോവാണ്. ഇവിടെ വീണിട്ടുണ്ടായിരുന്നു. അവിടെ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എടുത്തുകൊണ്ട് വരട്ടെ. കിട്ടിയാ? അത് ഉരുണ്ട് കുറേ ദൂരം പോയി. ഗൈസ്, അത്ര ഹൈറ്റിൽ നമ്മൾ ചെരുവിൽ കൂടെ ചെരിഞ്ഞുകൊണ്ട് പോയതിൻ്റെ കുറേ ദൂരം കൊണ്ട് ഉള്ളിലേക്ക് പോയി. അപ്പോൾ അതിനെടുക്കാൻ വേണ്ടി പോയേക്കാണ്. ഗൈസ്, അവിടെ നിന്ന് വൈഫ് ചക്കയും തേങ്ങാ ശ്രുതി പിന്നെ ചക്ക ശ്രുതി ആവുമ്പോൾ കയറും. അവിടെ എല്ലാ ശ്രുതിയുമാണ്, തേങ്ങയിലും ചക്കയിലും എല്ലാം. അത് മൂപ്പും കാലൊക്കെ നോക്കാനും പറിക്കാനും ആളൊക്കെ ഉണ്ട്, ബാക്കിയാലും ഉള്ളൂ. ഗൈസ്, ആ ചക്ക പഴുത്തു പോയി. നമുക്ക് ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ചക്ക കൂട്ടാനും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ആയിക്കോളെ വാ. വാ അവർ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ
അത് പഴുത്തു പോയി പുറന്നോട് പറിക്കണം, പച്ച പറിക്കണം, എന്നാലേ ചക്കക്കൂട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഉദ്ദേശിച്ചാണ് തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് വന്നിട്ട് ചക്ക വെച്ചിട്ട് ഇനി പഴുക്കാത്ത ഒന്നുകൂടി പറിച്ചിടാം. അതാകുമ്പോൾ കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റും. ഒരാൾ ഈ വഴി കയറി വന്നപ്പോൾ ഒരാൾ അപ്പുറത്തെ വഴി കയറി വരുന്നത് ചക്കയും കൊണ്ട്. അദ്ദേഹം ചക്കയും കൊണ്ടുവരുന്നത് ഭയങ്കര ആവേശത്തിലാണ്. പറയൂ, താങ്കൾ ഹാപ്പിയാണോ ചക്ക പൊളിച്ചത്? ചക്ക പഴുത്തു പോയി. ഒരു ചക്ക അടത്തി പറിച്ചുകൊണ്ട് സെറ്റപ്പാക്കുന്നുണ്ട്. അതിന് ചെറിയ മധുരമുണ്ട്. അത് കറി വെക്കാൻ പറ്റൂല ആ അവസ്ഥയിലേക്കുണ്ട്. അപ്പോൾ തേങ്ങാ ശ്രുതിക്ക് ചക്ക വേണം. എന്താണ് ശ്രുതി താങ്കളെ അഭിപ്രായം? ചക്ക പറിച്ച് അവിടെ വെച്ചാൽ നന്നായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതാവുമ്പോൾ ബാക്കി വേസ്റ്റ് ആർഡർ കൊടുക്കാമെന്ന് വെച്ചിട്ട് ആർഡർ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് അതേ ചക്ക നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ചക്ക നന്നാക്കി തുടങ്ങി. ഇപ്പം തന്നെ താങ്കൾ അരിഞ്ഞ് വൃത്തിയാക്കൂ. ചക്ക വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വൃത്തിയാക്കിയിട്ട് ചുള മാത്രം എടുത്തുകൊണ്ട് പോകാൻ ഉദ്ദേശിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ, തേങ്ങ ശ്രുതിക്കുന്ന ഒച്ച ഭയങ്കര ഇതാണ്. നിന്റെ ഒച്ച എങ്ങനെ കയറിയാലും ഭയങ്കര കയറും, കുത്തി കയറും, തുളഞ്ഞ് ബോധമില്ലാത്തതാണ്. ആര്? ശ്രുതിയാ? ശ്രുതി ഇപ്പം അധികം സംസാരിക്കുന്ന അവളുടെ സൗണ്ട് ആന സൗണ്ടാ, നിനക്ക് അറിയാൻ പാടില്ല. ആന ചിഹ്നം വിളിക്കുമ്പോൾ അതിന് ആന ചിഹ്നം വിളിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കും. ഇതാണ് പതിയെ സംസാരിക്കണത്. എന്ത് ചെയ്യാനും കഴിച്ച് ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. ആന ചിഹ്നം വിളിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കി അത് പതിയെ സംസാരിക്കുക എന്നാണ് ഇവർ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ രണ്ടുപേരും ചക്ക നന്നായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഏകദേശം ഒരു സൈഡ് മുറിച്ചത് തീരാനായി തോന്നുന്നു. തീർന്നാ? എന്താണ് ചക്ക നന്നാക്കാൻ വേണ്ടി കുറേ കഥയും പറഞ്ഞിരിക്കാൻ സംഭവം നടക്കുന്നില്ല ഗൈസ്. എന്താണ്? താങ്കൾ പെട്ടെന്ന് തീർക്കാൻ നോക്കൂ. അവിടെ നന്നാക്കലും നന്നാക്കി പോക്കും രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത്. ഒരെണ്ണം താഴ്ത്തു പോകുമ്പോൾ ഒരെണ്ണം വായിൽ പോകണം. ഇങ്ങനെ രണ്ടാളും കൂടി ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരുടെ വയറ് നിറയുന്നല്ല, ആ കവർ നിറയുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥ അവസാനം. വീഡിയോയിൽ ഒന്നും വരുന്നില്ലല്ലോ, പേടിക്കണ്ട. ആദ്യക്കോട്ടെ. കൂട്ടുകാർക്ക് സ്വന്തമായിട്ട് പാചകം ചെയ്ത് ഭയങ്കര തകർപ്പാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ചായ ഉണ്ടാക്കാൻ അറിയില്ല കേസ്. അത്ര മാത്രമേ ഉള്ളൂ. ഡോണ്ട് വറി. എന്റെ യൂട്യൂബ് ചാനൽ ആരും കാണുന്നില്ല, പേടിക്കണ്ട. ആര് കാണാൻ? ആപ്പാടെ 70 സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് ഞാനുണ്ട്. രണ്ടുപേരും ഇരുന്ന് തീറ്റ മാത്രമേ ഉള്ളൂ ഗൈസ്. പണിയെടുക്കുന്നില്ല. മാറി മാറി വായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്നല്ലാതെ താഴത്തേക്ക് കവറിലേക്ക് വീഴുന്നത് വളരെ കുറച്ച് മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കവറിലിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് രണ്ടാളുടെ വയറ്റിലുണ്ടാവും കുത്തിക്കറിയാൽ. അതാണ് അവസ്ഥ. ഒരാളുടെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൈയൊക്കെ കാണാൻ പറ്റും പണിയെടുത്തോണ്ടിരിക്കുന്നത്. അത് പണിയെടുക്കുന്നത് കാണിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്. ഫൈനലി ഗൈസ്, ഞാൻ ഒരു കസേരയൊക്കെ എടുത്തൊന്ന് ഇവിടെ വാച്ച് ചെയ്യാനിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മെയിനായിട്ട് ചക്കയുടെ എണ്ണം കുറയുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ചോളയുടെ എണ്ണം കുറയുന്നുണ്ട്, ചോളയുടെ എണ്ണം കുറയുന്നുണ്ട് എണ്ണാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഇവർ രണ്ടാളും കൂടി അവസരം തിന്നിറക്കുമ്പോൾ ചക്ക ആൾക്കാർക്ക് കിട്ടിയില്ലെന്ന് പരാതി തരാൻ പാടില്ല. കാരണം ഇവരെന്നെ തീർന്ന് അറിയാൻ വേണ്ടിയാണ്. നമുക്ക് വീഡിയോയിൽ കാണാം. ഇന്ന് നമ്മൾ ചക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ചക്കക്കറി ഉണ്ടാക്കാനാണ് ഗൈസ്. ഞാൻ ചക്കക്കറി ഇന്നവരെ കഴിച്ചിട്ടില്ല. ഞാൻ ചക്കക്കറി കഴിച്ചിട്ടില്ല ഇന്നവരെ. അപ്പോൾ ഇത് കറി ഉണ്ടാക്കി തരാൻ വേണ്ടി നമ്മുടെ ചോറിന് ഇന്നത്തെ കൂട്ടാൻ ചക്കക്കറിയാണ്. നമുക്ക് നോക്കാം. നന്നാക്കി തീർന്നു. ഒരു ചക്ക നന്നാക്കിയിട്ട് ആപ്പാടെ കുറച്ച് ചോളയേ ഉള്ളൂ. ഞാൻ കണക്ക് കറക്റ്റോടെ പറയുകയാണെങ്കിൽ എൻ്റെ ശ്രുതി ഭാര്യ ഏകദേശം 17 ചുള തിന്നിട്ടുണ്ട്. എനിക്ക് വേറെ ഭാര്യയുണ്ട്. എന്നാൽ തേങ്ങാ ശ്രുതി 17 ചക്ക തിന്നിട്ടുണ്ട്. ഇപ്പോൾ 17 ചക്ക തിന്ന് വീണ്ടും ഒരെണ്ണം വാരിയെടുത്തിട്ടുണ്ട്. ഇപ്പുറത്തിരിക്കുന്ന ഒരു മോള്, അവിടെ ഫുൾ പേര് ഞാൻ പറഞ്ഞില്ല, പാവത്തെ ഞാൻ ഇതാക്കുന്നില്ല. ആ മോള് ഏകദേശം 13 ചുള തിന്നിട്ടുണ്ട്. ഇത്രയും ചുള ഞങ്ങൾ ഞാൻ എവിടെ നിന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇവർ എത്ര തിന്നുന്നുണ്ടെന്ന് തുടങ്ങി. ലാസ്റ്റ് ചക്ക വീതിക്കുമ്പോൾ ആൾക്കാർക്ക് തികയാത്ത അവസ്ഥ വരാൻ പാടില്ലല്ലോ. എവിടെ പോയി എന്ന് അറിയണ്ടേ, അതിനുവേണ്ടി എണ്ണി വെക്കുന്നത്. പിന്നെ ഞാൻ ഈ ചെറിയ പഴുപ്പിലൂടെ ചക്ക തിന്നില്ല. എനിക്ക് നല്ല പഴുത്ത മധുരമുള്ള ചക്ക മാത്രമേ തിന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവർ ഈ പച്ചച്ചക്ക തിന്നുമ്പോൾ ഞാൻ എണ്ണിക്കൊണ്ടിരുന്നത്. ഒരു വിഷമവുമില്ല. ലാസ്റ്റ് ആൾക്കാർക്ക് തികഞ്ഞില്ല, അത് കാണാതെ ഇത് കാണാതെ കണക്ക് പറയാൻ പാടില്ലല്ലോ.
അപ്പോൾ ഇവർ കറി വെച്ച ചക്ക കൂട്ടിലെന്നൊക്കെ പറയുന്നത്. പക്ഷെ ആദ്യം പ്ലേറ്റായിട്ട് നിൽക്കുന്നത് രണ്ടുപേരും കൂടി ആയിരിക്കും. അതുപോലെ കാര്യം വൈഫ് ഫ്രണ്ട് നോക്കേണ്ടത് നീ മുകളിലൊരു ചക്ക കൂടി ഉണ്ട്, അതും കൂടി ചോദിച്ചിട്ട് നടത്താൻ വെച്ചിട്ടാണ്. കാരണം ഒരു ചക്ക അടത്തിയാൽ 4 പേർക്കും തികയൂല. അപ്പോൾ ഒരു ചക്കയും കൂടി വേണ്ടി വരും എന്നാണ് പറയണത്. തോട്ടം എടുക്കാൻ വേണ്ടി പോവാണ്. ഒരാൾ തോട്ടം എടുക്കാൻ വേണ്ടി പോയേക്കാണ്, ഒരാൾ ചക്ക പറിക്കട്ടെന്ന് ചോദിക്കാൻ വേണ്ടി മുകളിൽ പോയേക്കാണ്. മുകളിലത്തെ വീട്ടിലും കൂടി ഒരു ചക്ക എടുക്കാണ്ട് ചോദിച്ചിട്ട് ഒരു ചക്ക കൂടി എടുക്കാനുണ്ട്. ഇവിടെ താഴത്തെ ചക്ക ഒരെണ്ണത്തിൻ്റെ പകുതിയോളം കേടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് തികയൂല, കാരണം ഒരു ചക്ക ഫുള്ളും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ 4 ഫാമിലി കൂടി ഒരു ചക്ക എടുക്കാൻ നോക്കി, പക്ഷേ നടക്കൂല. കാരണം ചക്ക കേടായി പോകണമെന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ചക്ക കൂടി എന്തായാലും നടത്തണം. അപ്പോൾ മുകളിലൊരു ചക്ക ഇരിപ്പുണ്ട്, അത് അടത്തിട്ടെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് മുകളിലേക്ക് വൈഫ് പോയേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴത്തുനിന്ന് തോട്ടെടുത്ത് നമുക്ക് നോക്കുന്നത്. ബാക്ക് കണ്ടാലും കുഴപ്പമില്ല, മുഖം കാണൂല. ഇത് ഭയങ്കര നാണക്കാരിയായി കഴിച്ചു, അതുകൊണ്ട് മുഖം കാണിക്കാൻ ഭയങ്കര മടി. മുഖം കാണിച്ച് ഫേമസ് ആക്കരുതെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് അതിന് മാത്രം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല ഫേമസ് ആകാൻ മാത്രം. അത് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഫാൻസ് കൂടുന്നു, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഫാൻസ് വേണ്ടാത്തതുകൊണ്ട് ഫേസ് കാണിക്കരുത് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മാക്സിമം വീഡിയോ കട്ട് ചെയ്യാൻ ശ്രമിക്കും. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയാൻ പാടില്ല, എങ്കിലും ഞാൻ എടുത്തപ്പോൾ അധികം എടുത്തിട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം. എന്താ ഗൈസ്, ശ്രുതി അവിടെ അതിന് ഓടിച്ചിരുന്നു. തേങ്ങാ ശ്രുതി ഉരുണ്ടുരുണ്ട് നേരെ പാസ്സായിട്ട് പോയി കഴിഞ്ഞു. അടുത്ത ചക്ക ഉരുട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. വളഞ്ഞു, അത് കളഞ്ഞിട്ടുണ്ട്. ഇത് ചക്ക വീണ് നമ്മൾ ആ ചക്കയും കൂടി എടുത്ത് നന്നാക്കണം. ഞാൻ നന്നാക്കൂല, ഇവർ രണ്ടാം കൂടി നന്നാക്കായിരിക്കും. നമുക്ക് നോക്കാം. ഇട്ട് കഴിഞ്ഞാൽ ചക്ക, ഇതാണ് ചക്ക ഇട്ട് കഴിഞ്ഞ്. നമ്മളെ കൊച്ചിയിലൊക്കെ ചക്ക കൊടുക്കത്ത് വല്ലാണ് ഗൈസ്. ഇവിടെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് പറമ്പ അയൽവക്കത്തൊക്കെ പറമ്പുള്ളതിൻ്റെയും നമ്മളോട് സ്നേഹമുള്ള അയൽവക്കാരതിൻ്റെയും നമുക്ക് ചക്ക തരുന്നു ഫ്രീ ആയിട്ട്. ഇതാണ് ഗൈസ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും അടുത്ത ചക്ക. ഇത് വരിക്ക ചക്കയാണെന്ന് തോന്നുന്നു. എങ്കിലും ഇതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചക്ക കൂട്ടാൻ വെക്കാനും തോരൻ വെക്കാനൊക്കെ തേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം, എന്താണെന്ന് അറിയില്ല. ചക്ക എടുത്തിട്ട് ഓടുന്നുണ്ട്, നന്നാക്കാൻ വേണ്ടി ഓടുന്നത്. നമ്മൾ താഴത്തെ നന്നാക്കിയിട്ട് ചോളം മാത്രമേ മുകളിൽ കൊണ്ടുപോകുന്നു, നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. കാരണം ഇവർക്ക് താഴത്തെ ആറുള്ളതിൻ്റെ പേരിൽ ചകിണിയൊക്കെ അവർക്ക് ആറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് പോകുന്നതായിരിക്കും. വൈഫൈന്ന് ഉരുട്ടി വിട്ട് ബുദ്ധിപരമായിട്ട് ഉരുട്ടി വിട്ട് ഏറ്റിക്കൊണ്ട് വേണ്ടിയായിട്ട് വൈഫിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രെയിനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അദ്ദേഹം സ്വന്തം ബ്രെയിൻ ഉപയോഗിച്ച് താഴത്തേക്ക് ഉരുട്ടി എത്തിച്ച് കഴിച്ചു. ഇനി അവിടെ താഴത്തേക്ക് വേണ്ടി ചവിട്ടിയിട്ടിട്ട് ഇറങ്ങിപ്പോകാനാണ് പ്ലാൻ ചെയ്യണത്. ഉരുട്ടിക്കോ ഉരുട്ടിക്കോ ഉരുട്ടി ചതിയൂല. അപ്പം ഞാൻ ഉരുണ്ടേനെ തേങ്ങാ സുതി ചക്കയായ വൃതാക്കം വെട്ടുന്നുണ്ട്. പഴുത്തു തോന്നുന്നു, പഴുത്തുണ്ടോ സംശയമുണ്ട്. മതി, ധൃതി വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പോൾ വീണനെ ചക്ക വലിച്ച് വലിച്ചിട്ട് കുഴപ്പമില്ലെങ്കിലും കുഴപ്പമില്ല, വീണിട്ടൊക്കെ മതി. ഉഷാറാവും ഗൈസ്. ഇവിടെ ചക്ക പറിക്കാൻ പോയി ഞാൻ വേർത്ത് കുളിച്ച് ഗൈസ്. ശരിക്കും വേർത്ത് കുളിച്ച് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റം, അതൊന്നുമല്ല, ഇത് കയറ്റവും മലയും മല കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്ത് ഞാൻ വേർത്ത് കുളിച്ച് വീണ്ടും തീറ്റ തുടങ്ങി. രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തീറ്റ മത്സരം തുടങ്ങി. ഇതും തികയാത്ത അവസ്ഥയാവും. അവിടെ കുറച്ച് ചക്ക കേടുമായിരുന്നു, ഇവരുടെ തീറ്റ മത്സരം കൊണ്ട് തീരുകയും ചെയ്ത്. ഇനിയിപ്പോൾ ഇതും കുറച്ച് ചെറിയ കേടുണ്ട്, ഇതും ഇവരുടെ തീറ്റ മത്സരം കൊണ്ട് തികയാതെ പോകും തോന്നുന്നു. നോക്കാം എന്തായിരിക്കും സംഭവിക്കാമെന്ന്. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഞാൻ അടുത്ത ഫോൺ എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്നേണ്. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് എന്നെ കൊല്ലാണ് ഗൈസ്. നിങ്ങൾ കാണാം, ഞാൻ പോണ വഴി എത്ത് കണ്ടോ, ഈ കുത്തനാളയെ ഇതിങ്ങനെ പിടിച്ചാൽ ഗ്രിപ്പൊന്നും കിട്ടില്ല, ഓടിപ്പോക്കണം. വീഡിയോ എങ്ങനെയാവുമെന്ന് അറിയില്ല. എൻ്റെ കേട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി അവൻ്റെ ഫോൺ അവൻ എടുക്കാതെ വന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ആ കാണുന്ന വെള്ള വീട് കണ്ടോ, അതിൻ്റെ താഴെയാണ് പോവണം ചക്ക അടത്തോണ്ടിരിക്കുന്നത്, അവിടെയാണ്. എന്തായാലും ഇനി അവിടെ പോട്ടെ. അവിടെ പോയിട്ട് ഞാൻ ചക്ക എടുത്തോണ്ടിരുന്നിടത്തുനിന്ന് ഞാൻ മണ്ണെണ്ണ വെച്ച് കൈയൊക്കെ വൃത്തിയാക്കിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ വയ്യാത്ത 2 പേരാണ് ഉള്ളത്, സുഖമില്ലാത്ത 2
ആൾക്കാരാണ്, ഭാര്യയും ഭർത്താവും സുഖമില്ലാത്ത. അപ്പോൾ അവർക്ക് 2 ആടുള്ളതുകൊണ്ട് ആടിന് തോല് വേണം എന്നുള്ള ഒരു ഇതിലും നമ്മൾ എന്ത് ചെയ്തു, ഒരു മാനുഷ്യ പരിഗണന എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ ആടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും ആ വീട്ടിൽ ഇരുന്ന് ചക്ക നന്നാക്കി. അവിടുത്തെ ആൻറ്റിക്കും ചക്ക കൊടുത്തു. ആടിനുള്ള തോലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇരുന്ന് ചക്ക നന്നാക്കിയത്. പക്ഷേ നമ്മൾ ആദ്യം അടുത്ത ചക്ക ചീത്തയായിരുന്നു, രണ്ടാമത് അടുത്തത് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഉള്ളിൽ ചീത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വെട്ടിയെടുത്ത് ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് വന്നിട്ട് പറയാണ്, നിഷു എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി, നീ പോയി എൻ്റെ ഫോൺ എടുത്തിട്ട് വാ, നിൻ്റെ ഫോൺ ഓഫായിരുന്നു. എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടും കൂടി എന്നെ നിർബന്ധിച്ച് പുഷ് ചെയ്തു പറഞ്ഞു വിട്ടതാണ്. താഴെത്തി ഈ ചക്ക വിളഞ്ഞതാണ്, പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് അടക്കാമെന്ന് ആൻറ്റി പറഞ്ഞ്. നമുക്ക് ഇവിടെയൊക്കെ ചക്ക ആരെങ്കിലും ചോദിച്ചാൽ തരും ഗൈസ്. പക്ഷേ നമുക്ക് നമ്മുടെ എറണാകുളം അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിൽ പോയി കഴിഞ്ഞാൽ ചോദിച്ചാൽ കിട്ടുന്നത് വളരെ അപൂർവമായിരിക്കും. കാരണം ചക്ക ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഈ ലോകത്ത് കുറവാണ്. ചക്ക കറി ആയാലും ചക്ക തോരനായാലും ചക്ക അവിച്ച് തിന്നാനായാലും ചക്ക കുരു തിന്നാനായാലും ഈ ചക്ക കുരു തന്നെ പായസം ഉണ്ടാക്കും, അതുപോലെ തന്നെ ഈ പൗഡറൊക്കെ ഉണ്ടാക്കും, പിന്നെ ഇടിച്ചക്ക തോരൻ വെക്കാനും എല്ലാം കൊണ്ടും ചക്ക ഭയങ്കര ഉപകാരമുള്ള സാധനമാണ്. ചക്കേൻ്റെ മടൽ വരെ ഗുണമുള്ള സാധനമാണെന്നാണ് പറയണം. അപ്പം അങ്ങനെയുള്ള സാധനം ആരും ഫ്രീ ആയിട്ട് ആർക്കും കൊടുക്കില്ല. എനിവേ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും, ഞങ്ങൾക്ക് ചക്ക കിട്ടി. ഞാൻ 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഗൈസ് ചക്ക കറി വയ്ക്കാൻ പോണത്. ഞാൻ എൻ്റെ കെട്ടിയാൻ ഇവിടെ പിടിച്ചിരുത്തിയിട്ടാണ് പോയത്. കൂടെ വന്നു കഴിഞ്ഞാൽ എവിടെയും വീണ് കഴിഞ്ഞാൽ ഞാൻ ചുമക്കേണ്ടി വരും. എന്തായാലും അവൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാകുന്ന കൂടെ. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ജിജോ ചേട്ടൻ്റെ വീടാണ് ഗൈസ്. അവരുടെ ഒത്തിരി വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് അവർക്ക് വീട് കിട്ടിയിരിക്കുകയാണ്. വീട് കിട്ടിയെന്ന് വെച്ചാൽ പുള്ളി ഗൾഫിൽ പോയിട്ടൊക്കെ ഉണ്ടാക്കിപ്പെട്ടു. നോക്ക്, ലാസ്റ്റ് ഞാൻ നിർത്ത ചക്കയാണ്. ഈ ചക്ക ചെമ്പരത്തി ചക്കയാണ്, ചുമന്നത്. ഇത്രയുണ്ട്. എൻ്റെ അമ്മാവൻ അവിടെ പോണ്ട് എൻ്റെ കൂടെയുള്ള കൂട്ടുകാരിനെ കാണാനില്ല. ക്ലാസ്സപ്പ് പുഞ്ചിരിക്കുന്നു. ഗൈസ് ഒരുത്തി താഴത്ത് ചക്ക എടുക്കാൻ വേണ്ടി പോയതാണ്. നമ്മൾ നന്നാക്കി ചക്ക ഇത്ര നേരം വന്നിട്ടില്ല. ഈ സമയം കൊണ്ട് ശ്രുതി മോളിൽ പോയി, മോളിൽ പോയിട്ട് അവിടെ താഴത്ത് ഇറങ്ങി നമ്മളെ വീട്ടിൽ പോയി എൻ്റെ ഫോൺ ചാർജ് കുത്തിയിട്ട് ഈ ഫോൺ അവളുടെ ഫോണിൽ ചാർജ് കുത്തിയിട്ട് എൻ്റെ ഫോൺ എടുത്തുകൊണ്ടിരുന്നു. അവളുടെ ഫോൺ സ്വിച്ച് ഓഫായി പോയി. ഞാൻ കുറേ വീഡിയോ അതിൻ്റെ എടുത്തത്. ഇനിയിപ്പോൾ അത് ജോയിൻ ചെയ്യിക്കണം, എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് വീഡിയോസ് ജോയിൻ ചെയ്യിക്കാനായിട്ട്. ഒരാളത് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സ്ലോവിലാണ് നടന്നിരുന്നത്. കാണുന്നത് ദൂരെ നിന്ന് അദ്ദേഹം നടന്ന ക്ഷീണമുള്ള വരുന്നില്ല പെട്ടെന്ന്. ഈ ഒരു ചക്ക എടുക്കാൻ വേണ്ടി പോയ ആളാണ് ഗൈസ്. 1 മണിക്കൂറായിട്ട് വരായിരുന്നത്. അപ്പോൾ ഒരു കവർ ചക്കയാണ്. ഇവിടെ നടക്കാൻ മടിയെത്തിയതിൻ്റെ പേരിൽ ആ വെള്ളം എടുക്കുമ്പോഴത്തേക്കും ആൾ ചത്ത്. ഇതേ ഗൈസ് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. ഒരാൾ കണ്ടൊരു ചക്ക. ഇത് ആടിനുള്ള ചക്കയാണ്. ചക്കയല്ല, ചക്കയുടെ വേസ്റ്റ്. നമ്മൾ ചക്കയായിട്ട് പോകുന്നുണ്ട്. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് വെള്ളച്ചക്കയും കൂടി ചേർത്ത്. ഫോൺ സ്വിച്ച് ഓഫ് ആയാൽ പിന്നെ അടുത്ത ഫോൺ എടുത്ത് വീഡിയോ ഒക്കെ ഉണ്ട്. നമ്മുടെ യൂട്യൂബർ ആകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ നടന്നുകൊണ്ടിരിക്കണം ഗൈസ്. ഇപ്പോൾ ഞാൻ നടന്ന് തളർന്ന്. പക്ഷേ ഇവർക്ക് ശീലമാണ്. കാട്ടുവാസികൾ കാട്ടിൽ കൂടെ നടന്ന ശീലമുള്ളതിൻ്റെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ആദിവാസികളൊക്കെ അതന്നെ. എനിക്ക് കാട്ടിൽ കൂടെ നടന്ന ശീലമില്ലാത്തതുകൊണ്ട് ആയിക്കോട്ടെ. കാട്ടു ജീവിക്കാൻ നിങ്ങളുടെ ആദ്യമല്ല. ആയിക്കോട്ടെ, ശരി എന്നാൽ ആയിക്കോട്ടെ. ഓ പിന്നെ ഇത് കാണല്ലേ, ഈ കാണുന്നതൊക്കെ പറഞ്ഞു കഴിച്ച് ഇതൊക്കെ കാണല്ലേ. റബ്ബർ കാട്. റബ്ബർ കാട്, അതിന് ഞാൻ പറഞ്ഞത് റബ്ബർ കാടെന്ന്. നമ്മൾ ജിജോ ചേട്ടനെ സമ്മതിക്കണം ഗൈസ്. പുള്ളി വണ്ടി ഓടിച്ചൊന്ന് പറഞ്ഞൊന്ന് കാണണം. ഞാൻ ഓടിക്കൂല ഉറപ്പാട്ടും. ഞാനാണെങ്കിൽ വണ്ടി കംപ്ലൈൻ്റ് ആവുന്ന വെച്ച് പേടിച്ച് നിർത്തി കളയും. അല്ലെങ്കിൽ ഞാൻ ഉരുണ്ട് വീഴും, അതുകൊണ്ട് ഞാൻ നിർത്തി കളയും. ബ്രേക്കും കുറവാണ്, എന്നിട്ടാണ് ഓടിച്ച് പോണത്. പുള്ളി സമ്മതിച്ച്. പുള്ളി റൈഡറാണ്. പുള്ളി ഓഫ് റോഡ് റൈഡറാണ്. അങ്ങനെ കയറ്റമെല്ലാം കയറിക്കും കേസ്. എനിക്ക് കയറ്റമില്ല. ഇനി നമുക്ക് ഇറക്കമാണുള്ളത്, നമ്മുടെ വീട്ടിലേക്കുള്ള ഇറക്കം. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഫസ്റ്റ് പോകുന്ന എൻ്റെ വൈഫാണ്, സെക്കൻഡ് പോകുന്ന ഫ്രണ്ടിന്. ഇനി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് സ്റ്റെപ്പ് കൂടി കയറാണ്ട്. അത് ചെറിയ കയറ്റമാണ്, കുഴപ്പമില്ല. പക്ഷേ ഞാനും അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് വെള്ളം കുടിച്ച് വീട്ടിൽ പോകുള്ളൂ. ഇപ്പം തന്നെ എനിക്ക് നടുവേ കിതയ്ക്കുന്നുണ്ട്. ഞാൻ നടന്ന് കിതച്ച്, അവരും കിതച്ചു, എല്ലാവരും കിതച്ചു. ഒന്നാമത് ചൂടും കൂടിയാണ് ഗൈസ്. വെള്ളമില്ലാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വെള്ളം കിട്ടാൻ ഭയങ്കര പാടാണ്. അതാണ് ഇവിടെ.
നമ്മുടെ വീട്ടിൽ കേട്ടിന് നമ്മുടെ വീട്ടിൽ തന്നെ വെള്ളമുള്ളതായിരുന്നു. പക്ഷേ നാട്ടിൽ നശിപ്പിച്ച നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനേ സംസാരിച്ച് നാക്കൊക്കെ കുഴയുന്നു. എനിക്ക് വെള്ളം വായിച്ചിട്ടേ നാക്ക് കുഴയുന്നു ഗൈസ്. നമ്മൾ ആ കയറ്റം കയറി ശരിക്കും വേർത്ത് കുളിച്ച് ഇതേ ശ്രുതിയും വേർത്ത് കുളിച്ച് നമ്മൾ നനങ്ങി നിൽപ്പുണ്ട് ഫുള്ളായിട്ട്. ഇനി വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കണം ഗൈസ്. നമ്മളങ്ങനെ ചക്ക അത് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ കവറണിച്ച് നമുക്കൊരു ചക്ക ഇട്ടിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് ഇനി പോയിട്ട് കറി വെക്കാൻ. പക്ഷേ ഈ വീഡിയോ ഞങ്ങളുടെ മമ്മി കാണുമ്പോൾ വായിൽ കപ്പലോടും ഗൈസ്, കപ്പലോടും. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കിട്ടല്ല. പക്ഷെ ഞങ്ങൾ ചക്ക ചോദിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അമ്മയ്ക്ക് ചക്ക കൊണ്ടുപോയി കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ഇനി ചക്ക കൂട്ടാനും കൂടി കറി കൂടി വെക്കുന്ന കൂടി കാണാം. അതപ്പോൾ ഇന്ന് വൈകിട്ടാകുമ്പോൾ വ്ളോഗ് ഇതൊരു ഡൈൻ ലൈഫ് വ്ളോഗ് ആയിക്കോട്ടെ. ഞാൻ ചക്കയുടെ ചക്ക പറിക്കാൻ പോകാൻ ഒരു വ്ളോഗ് ഉദ്ദേശിച്ച് ചെയ്തത്. പക്ഷേ ഇത് തീർന്നു തോന്നുന്നില്ല. നമുക്ക് ബാക്കി നമുക്ക് വൈകിട്ട് ഫുഡ് ഉണ്ടായിട്ട് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. എത്ര മിനിറ്റായി ഇപ്പോൾ ഗൈസ്? ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു, കറി ചൂടാക്കി വെച്ച്, ചക്ക നന്നാക്കി വെച്ച്, എന്നിട്ട് ആ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വരണം. പിന്നെ എൻ്റെ കെട്ടിയ ഇന്ന് ആദ്യമായി എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നു ഗൈസ്. ആദ്യമായിട്ടൊന്നുമില്ല, ആണാണ് ഇരുന്ന് ചെയ്യാൻ പറ്റും എല്ലാ ജോലിയും ചെയ്ത് തരാറുണ്ട്. ചുമ്മാ തുണയാണ്. ഓ തീയ ആ ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ ചേട്ടൻ എനിക്ക് ഇത് തേങ്ങ ചുരണ്ടി തന്നിട്ടുണ്ട്. കറിക്കും ചക്കയ്ക്കും വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തേങ്ങ ഫുള്ളും ചുരണ്ടി തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ പണിയും കൈ കൊണ്ട് ചെയ്യാൻ പറ്റിയ എല്ലാ പണിയും ചെയ്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് വെയിറ്റ് ഒന്നും തൂക്കാറുണ്ട്. വെള്ളം എങ്കിലും എടുത്തുകൊണ്ട് കൊടുക്കാറ് കുറച്ചൊക്കെ എനിക്ക് പറ്റുന്ന. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നല്ല മഴക്കാറുണ്ട്. ഇപ്പം മണി ശരിക്കും 2 മണി ആയതേ ഉള്ളൂ. പക്ഷെ ഭയങ്കര മഴക്കാറാണ്. ഇത് നിങ്ങൾക്ക് കാണാം, വെയിലില്ല. ഇത് കണ്ടോ, വെയിലില്ല, ഭയങ്കര ഇരുട്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്യാമറ ആയതുകൊണ്ട് എങ്ങനെ കാണുമെന്ന് അറിയത്തില്ല. ഇപ്പം എന്തായാലും നല്ല മഴക്കാറാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നത് മേഘത്തിൻ്റെ ഒരു കറുപ്പ് കണ്ട. ഇത് കണ്ടോ, തെങ്ങിൻ്റെ അവിടെ നോക്കി കാണാം. നല്ല മഴക്കാറുണ്ട്. ഇവിടെ മഴ പെയ്ത് തന്നെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ചോരും. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും വെള്ളം ചൂടായി. അപ്പം അരി കഴുകിയിടട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. എൻ്റെ കെട്ടിയൻ ഇവിടെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ആ ഇത്ര സ്പേസേ ഉള്ളൂ കേസ്. അപ്പോൾ നമുക്ക് കോളും വന്ന് നോക്കട്ടെ ആരാ വിളിക്കുന്നത്. ഗൈസ് ഇത് ചോറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വൈഫ് ചക്കയ്ക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് വേണം ചക്ക ഉണ്ടാക്കാൻ അല്ലേ? കുറേ സമയം എടുക്കുമോ? കുറച്ച് സമയം എടുക്കും. ഇവിടെ നിന്നാവുന്നതാണത്. ചക്കക്കറിയും ചോറുമാണ് നമുക്കൊന്ന് ഫുഡ് നോക്കാം എത്ര സമയം എടുക്കുമെന്ന്. ഫൈനലി നമ്മൾ ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചക്കയിൽ ആപ്പാടെ ഉപ്പും മഞ്ഞളും മാത്രമേ ഇട്ടുള്ളൂ. ഇനി പെട്ടെന്ന് വെന്തോളും. ചക്കയോട് പെട്ടെന്ന് വെന്തോളേ, ചക്കയ്ക്ക് പെട്ടെന്ന് വെന്തോളും. ചക്ക വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചക്ക വൈഫ് കാണിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്നാൽ നമുക്ക് ഫുൾ വീഡിയോ കാണാൻ പറ്റും. ഭക്ഷണം കഴിക്കുന്നതിനോട് വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും. ശരി, എന്നാലും ചക്ക ആവട്ടെ. ചക്ക അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ചക്ക അടുപ്പത്ത് റെഡി വരുന്നുള്ളൂ, ആയിട്ടില്ല. അതേസമയം ശ്രുതി ഇവിടെ നമ്മളെ ചക്കക്കുരു നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ചക്കക്കുരു അതാകുമ്പോൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് സെറ്റ് നമുക്ക് പച്ചക്കറി ഇല്ല ദിവസം. അപ്പോൾ നമുക്ക് വീണ്ടും ഇപ്പോൾ എല്ലാം ഉപകാരപ്പെടും തോരൻ വെക്കാനായിട്ട്. അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം. ഇത് കുരുവൊക്കെ വൃത്തിയാക്കിയ ശേഷം ശ്രുതി നമ്മുടെ ഫ്രണ്ടും കൂടെ അടിച്ചു വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ ഫുള്ളും കരിയിലെ കുറേ ആയിട്ടുണ്ട്. അപ്പോൾ മുട്ടടിച്ചാൽ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി അടിച്ചു കഴിഞ്ഞാൽ ആ പടി തന്നെ ഈ അടുപ്പ് കത്തിക്കുന്ന അതേ സമയത്ത് തന്നെ നടക്കൂല. ഞാൻ ആ സമയത്ത് അടുപ്പ് കത്തിക്കാൻ വേണ്ടി വിറകൊന്ന് കൂട്ടട്ടെ ഗൈസ്. ഇല്ലെങ്കിൽ അടുപ്പ് നടന്നതിനെ പണിയോളും. സമയമില്ല, തുറന്നു നോക്കി കപ്പ ചക്ക ചക്ക ഇല്ല ഇല്ല ഇല്ല, ചക്കയ്ക്ക് വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തോ അത്ഭുതം. ഇപ്പോഴാണ് വെള്ളം ഒന്ന് സെറ്റായത് ഗൈസ്. ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, മീൻകറി ഉണ്ട്. എൻ്റെ കെട്ടിയൻ്റെ ഇവിടെ നിൽക്കുന്ന ഹായ് പേപ്പേ അസ് കണ്ട. വെറും ടൊമാറ്റോ പേലാണ്. നമ്മൾ വിളിച്ചാന്ന് വിളിയാക്കില്ല. ഭയങ്കര ജാട്. ആരെന്നാണ് വിചാരമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വലിയ ഇല്ലാത്ത ഗൈസ് ഭയങ്കര ടെൻഷനിലാണ് എൻ്റെ കെട്ടിയ. ലോൺ അടയ്ക്കാൻ പൈസ ഉണ്ട് ഗൈസ്. ഗോപിന്ദ ഗോപിന്ദ അതാണ് അവസ്ഥ. നോക്കാം എന്തായാലും. എൻ്റെ ചക്കക്കറി ഒന്നാവട്ടെ. ചക്കക്കറി ആയിട്ട് വേണം. എനിക്ക് വിശക്കുന്ന ഗൈസ്. ഞങ്ങൾ രാവിലെ തൊട്ട് പട്ടിണിയാണ്, പട്ടിണി. ഈ ഒരു ചക്ക പറിക്കാൻ വേണ്ടി രാവിലെ ഇവിടെ നിന്ന് എഴുന്നള്ളി പോയതാണ്. ഈ ചക്ക എപ്പോൾ ആവും എന്നറിയില്ല. ചക്ക നമ്മൾ ഏകദേശം ആയി തോന്നുന്നു. കുത്തികളെ കൊണ്ടിരിക്കുകയാണ്. ആയാ ചക്ക ആവാനായോ? ചക്ക വെന്ത് സെറ്റപ്പ് ആയിട്ട് ഇനി ഉടഞ്ഞു വരണം. ഉടഞ്ഞുകൂടി സെറ്റാക്കി നമുക്ക് ഇറക്കാവുന്നതാണ് അല്ലേ?
ഇത് കഷ്ടപ്പെട്ട് കുത്തി ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉടച്ചിട്ട് വേണം കറി ഉണ്ടായിട്ട് വേണം കുളിക്കാനായിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്. എനിക്കും കൊടുത്ത് തരുന്നുണ്ട്, ശ്രുതിക്കും കൊടുത്ത് തരുന്നുണ്ട്. കഴിയുന്നില്ലേ കൊടുത്ത് നോക്കട്ടെ? ആ കൊടുത്ത് കരിഞ്ഞ് 4 ചീഞ്ഞ്. പാർലേജി ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം വിശപ്പ് മാറാനായിട്ട്. എന്ത് ചെയ്യാനാണ്, നമ്മൾ 5 രൂപയുടെ പാർലേജി ബിസ്ക്കറ്റ് വാങ്ങണം, അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇവിടുത്തെ അവസ്ഥ ഇവിടൊക്കെ തന്നെ പാർലേജി ബിസ്ക്കറ്റ് ഏറ്റവും ഇഷ്ടം. പ്രത്യേകിച്ച് 5 രൂപ മറ്റേ പാർലേജി ബിസ്ക്കറ്റ്. അല്ല കാശില്ലാത്തതുകൊണ്ട് 5 രൂപ വാങ്ങുന്നത്. അതല്ലെങ്കിൽ നമ്മൾ വലുത് വാങ്ങിച്ചാൽ കുഴപ്പമില്ല. എങ്കിലും എന്തെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം, ചക്ക വെയിറ്റ് ചെയ്യണം ഫുഡ് കഴിക്കാനായിട്ട്. അല്ല കുടിച്ച് ചക്ക റെഡി ആയിട്ട് കറി റെഡി ആയിട്ട് വേണം പോയി കുളിക്കാനും ഫ്രഷ് ആവാൻ. എന്നിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. നമ്മൾ അങ്ങനെ ചക്ക ഇറക്കി കഴിഞ്ഞ് ചക്ക ഇറക്കി തേങ്ങ, കാന്താരമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഉണ്ടോ? ജീരകം. ഇഞ്ചി ഇല്ലല്ലോ, ഇല്ല. ഇതെല്ലാം കൂടി ചേർത്ത് കപ്പയിലിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ചക്ക മറന്നുപോയി പറയുമ്പോൾ മാറി കളർ 2 ഷേപ്പ് പരിപാടിക്കുന്നുണ്ട്. ഇത് ഷേപ്പ് ഉദ്ദേശിച്ച് വലുപ്പത്തിന് ഷേപ്പല്ല, ഉണ്ടായി കഴിയുമ്പോൾ ഒരു കുഴഞ്ഞിരിക്കുന്ന ഷേപ്പ്. ആ ഷേപ്പ് ഇരിക്കുന്നുണ്ടാണ്. ചക്ക ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോണു ഗൈസ്. കപ്പ പറഞ്ഞു ഞാൻ തിരുവനന്തപുരം ചക്കറി ആദ്യം കഴിക്കണം. ഇന്നലെ ഞാൻ ചക്കറി കഴിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ ചക്കറി കഴിച്ചിട്ടില്ല. ചക്ക തോരനൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. അത് ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴൊക്കെ. വീട്ടിൽ മമ്മിയും ഇടയ്ക്കൊക്കെ ചക്ക തോരൻ ഉണ്ടാക്കി തരാറുണ്ട്. അത് എപ്പോഴും നമുക്ക് ചക്ക എറണാകുളത്ത് കിട്ടാറില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇടിവിട്ടുന്ന കേസ് നല്ല മഴ ചാൻസ്. ഇത് പെട്ടെന്ന് തീർത്തോളം പോയി കുളിക്കാനായിട്ട്. കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. പെട്ടെന്ന് നിർത്തുമോ ഗൈസ്? ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കൂടി അതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. നമുക്ക് കരിവേപ്പില കുറവുണ്ട്, വേറെ ഒന്നുമില്ല. ഇനി നമ്മുടെ മെയിൻ പരിപാടി കുളിക്കാൻ പോലാണ്. പോവാം. ഞാൻ അവിടെ തോർത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിതാണ് ഡ്രസ്സ് എടുത്ത് ഇവർക്കിടാൻ ഡ്രസ്സുകൾ എടുക്കണം. അതും എടുത്ത് നമുക്ക് കുളിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. നന്നായിട്ട് വിശന്ന് പ്രാന്താവുണ്ട്. പെട്ടെന്ന് വരുമോ? വാ. നമ്മുടെ ഉറങ്ങാണ്. ചക്കാലി അകത്ത് കൊണ്ട് വെച്ച് മീൻകറി അകത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം അകത്തെടുത്ത് പോകും ഗൈസ്. കാരണം നമ്മൾ പോണ സമയത്ത് ഇവിടെ കാക്കയോ പന്നിയോ ഊളനോ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ശല്യങ്ങൾ വരും. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവുകൊണ്ട് എല്ലാം അകത്തെടുത്ത് വെച്ച് നമ്മൾ പോകുള്ളൂ. പിന്നെ നമ്മൾ അതൊക്കെ കുളിച്ചിട്ട് വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലായിടത്തും അകത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാവും. പിന്നെ വരുമ്പോൾ ഭക്ഷണം കഴിക്കും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. പിന്നെ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല. എല്ലാം തട്ടിമറിച്ച് എല്ലാം കുഴഞ്ഞ് അവിടെ കഴിക്കുന്നുണ്ടാവും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വൈഫിൻ്റെ ഡ്രസ്സും കൂടി എടുക്കാൻ. തേങ്ങയ്ക്കുള്ള ഡ്രസ്സ് തേങ്ങ ഇപ്പോൾ എടുക്കും. തേങ്ങ ഡ്രസ്സ് എടുത്ത് നമുക്ക് കുളിക്കാം. തേങ്ങ ഡ്രസ്സ് താഴെയാണോ? അപ്പോൾ തേങ്ങയുടെ ഡ്രസ്സ് ഓൾറെഡി അവിടെ ഇറക്കിയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിലാണ് ഉദ്ദേശിക്കുന്നത്. അത് ഉണങ്ങിയിട്ടില്ലേ തേങ്ങ മിക്കവാറും മൂഞ്ചസി ആവും. ഞാനത് എനിക്കിടാൻ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. നീല നിക്കറും പച്ച പിന്നെയും. നമ്മൾ ഇപ്രാവശ്യം വീട്ടിൽ പോയതുകൊണ്ട് എനിക്ക് ഇടാനുള്ള ഡ്രസ്സ് എല്ലാം എടുത്തുകൊണ്ടു. അധികം ഡ്രസ്സൊന്നും ഇല്ലെങ്കിലും മാക്സിമം 3-4 ജോഡിയൊക്കെ ഉള്ളൂ. അല്ലേ 3-4 ജോഡി ഒന്നും ഉണ്ട് അല്ലേ? അത്ര ഡ്രസ്സ് എനിക്കുള്ളൂ. 3-4 ജോഡി ഉണ്ടല്ലോ, അത് മതി. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കത് കുളിച്ചിട്ട് വരാം. അടുപ്പൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ട്, പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ കത്തൂല. ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, സേഫാണല്ല. വെള്ളമൊക്കെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ വെള്ളം വൈഫ് എടുത്തുകൊണ്ട് വെച്ച്. ശ്രുതി വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് കുഴപ്പമില്ല. വെളിച്ചെണ്ണ ഉറുമ്പ് കയറും. എടി ആ വെളിച്ചെണ്ണ ഉള്ളപ്പോഴാണ് ഇതെടുത്തത്. പച്ച വെളിച്ചെണ്ണ ഇരിക്കണതല്ലേ? ഓയിലാണോ? അയ്യോ അല്ല, 2 വെളിച്ചെണ്ണ. പിന്നെ ആ 2 ഉപ്പും വെളിച്ചെണ്ണ ഗൈസ്. നമ്മളത് ഓയിലാണ് വെച്ചിരിക്കുന്നത്. വാതിലടക്കണത് ഇത് നമ്മളെ വീടിൻ്റെ മെയിൻ വാതിലാണ്. ഇത് അടക്കേണ്ടത് എടുത്ത് വെച്ചിട്ടാണ്. നമ്മളെ വാതിൽ നമ്മൾ പൂട്ടിയിട്ട് താക്കോൽ എടുത്തിട്ട് പുറത്തിട്ടൊരു കൊണ്ടൊന്നും പോകില്ല. കാരണം ആ സമയം ആരും വരും പ്രതീക്ഷ. പൂട്ട് ശരിയാക്കി തന്നത് സന്തോഷം ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ട് ഇത് പൂട്ടി തന്ന് ഒരുപാട് ഏക വ്യക്തി സന്തോഷത്തിനെ ചിപ്പിച്ചേക്കാണ്. നമ്മളെന്തായാലും ഇപ്പോൾ കുളിക്കാൻ പോവാം അല്ലേ? വാ. അപ്പോൾ ശരി, നമുക്കിനി കുളിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കാണാം ഗൈസ്. കുളിച്ചോണ്ട് കണ്ടപ്പൂട്ടി വരെ ഓടിയുണ്ട്. നനഞ്ഞോട്ട് അതിട്ട് കുളിന്ന് കുറച്ചാവാരം. ഞാൻ അപ്പഴേ പറഞ്ഞ് പെട്ടെന്ന് കുളിച്ചിട്ട് വാസന്ന്. ഉടുക്കത്തെ ഇടിയും മിന്നലും. അങ്ങ് മഴ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാണ് പെട്ടെന്ന് വന്നു. ഇത് കണ്ട മഴ 5 മിനിറ്റ് കൊണ്ട് മഴ ഇമാതിരി മഴ പെയ്ത് കണ്ട. ഒടുക്കത്തെ മഴയായിരിക്കും. ഇത് പറഞ്ഞാലും രക്ഷയില്ല. ഞാൻ ഓടി. ഇതുണ്ട ഞാൻ നനഞ്ഞു കഴിച്ചു. ഇതൊക്കെ എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടോ? ഇതൊക്കെ ഡ്രസ്സൊക്കെ നനഞ്ഞ് പിണ്ടിയായി. ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു മഴ. എനിക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് മഴ നനഞ്ഞാൽ ഇഷ്ടമല്ല. ഞാൻ ഓടി കരയും. എനിക്ക് വെള്ളം ഇഷ്ടമില്ല. അത് എന്തായാലും ഇനി പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ വിളമ്പട്ടെ. ഫൈനലി ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ്
ശരിക്കും ഈ വ്ളോഗ് ഞാൻ ഒരു ചക്ക പറിക്കാൻ പോകുന്ന ഒരു വ്ളോഗായിട്ട് ഉദ്ദേശിച്ച് സ്റ്റാർട്ടപ്പ് ചെയ്ത്, പക്ഷെ ചക്ക പറിക്കാൻ പോയപ്പോൾ ഒരു ദിവസം ഫുള്ളൊന്ന് തീർന്ന്. അതുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂടി ആയിക്കോട്ടെ എന്ന് വെച്ച് അങ്ങനെ ഫുള്ളായിട്ട് ചേർത്ത് കഴിഞ്ഞു. ഇതേ വൈഫോടെ പാത്രങ്ങളൊക്കെ അടിക്കൊണ്ടിരിക്കുക. ശ്രുതി എല്ലാ സാധനം അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അത് അടുക്കി വെച്ചിട്ടുണ്ടാവും നമുക്ക്, അല്ലെങ്കിൽ കരിച്ച കയറും. നമുക്കിപ്പോൾ എല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് വേറെ പരിപാടി ഒന്നും ഇല്ല. ഇനി നമുക്ക് കിടന്നുറങ്ങുക, അത് മാത്രം പരിപാടി. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയാണ്. 7 മണിയായി ഗൈസ്. സമയം 7 മണിയായി, പുറത്തിരുട്ടിയിട്ടില്ല. പക്ഷെ മഴയായിട്ട് ഇരുത്തൊന്നാണ് എനിക്കറിയാൻ പാടില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ കുഴപ്പമില്ല, നമ്മൾ ഇച്ചിരി നേരത്തെ കിടന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കിടക്കൂല, രാത്രി 10 മണിക്ക് കിടക്കും. 10 മണി കിടക്കുള്ളൂ. നമ്മൾ അതായിരിക്കും മുകളിൽ ഞങ്ങളുടെ അയൽവാസിയായ എന്റെ ചങ്ക് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ഞങ്ങൾ രാത്രി 10 മണിയുടെ കുശലം പറയും. അവിടെ പോയി കുറച്ച് നേരം സംസാരിച്ചിരിക്കും. അപ്പൊ നമ്മൾ ടൈം പാസ് ആവും, അവർക്കും കുറച്ച് ടൈം പാസ് ആവും. നമുക്ക് അവിടെ അവർ രണ്ടുപേരേ ഉള്ളൂ, ഇവിടെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഞങ്ങൾ അവിടെ പോകുമ്പോ അവർക്കൊരു കൂട്ടുകാണ്. കുറെ കഴിയുമ്പോൾ ഒരു കട്ടൻ വെള്ളം നമുക്കൊരു കമ്പനി ആവും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇതോടെ അവസാനിപ്പിക്കാണ്. വീണ്ടും നമുക്ക് വേറൊരു വ്ളോഗുമായിട്ട് പുതിയ വീഡിയോമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വരാം. എങ്കിലും ഈ വീഡിയോ എടുത്തത് ഇന്ന് ഡേറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു ഏപ്രിൽ 20 പക്ഷെ ഇത് എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. കാരണം ഇവിടുത്തെ റേഞ്ചും നെറ്റ്വർക്കിന്റെ പ്രോബ്ലം കാരണം, പിന്നെ ഇവിടുത്തെ ഭയങ്കര റിച്ച് ആയതുകൊണ്ടും നെറ്റിന്റെ സ്പീഡ് കാരണവും ഒരു കാറ്റടിച്ചാൽ കറണ്ട് പോയാൽ പിന്നെ വരാൻ ഒരു ദിവസം എടുക്കുന്നതിന്റെ പേരിലും നമുക്ക് ഇവിടെ പെട്ടെന്ന് എല്ലാം കിട്ടൂലാത്തത്. ഇവിടെ ഇപ്പം തന്നെ ഭയങ്കര മഴയൊക്കെയാണ്. നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന നെടുമങ്ങാട് ആ ഒരു സൈഡിനൊക്കെ മഴയുണ്ട്. ഡെയിലി എല്ലാ ദിവസവും 4 മണിക്ക് ശേഷം നല്ല മഴ ഉണ്ടാകും. എന്നാ ഒരു 2-3 മണിക്കൂറുണ്ട് മഴ. എല്ലാ ദിവസവും ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വന്നിട്ടുള്ള കഴിഞ്ഞ 4 ദിവസമായിട്ട് ഉണ്ട്. നമ്മളിപ്പോ ഈ വിഷു കഴിഞ്ഞ് മമ്മിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഈ മിഞ്ഞാന്നാണ് വന്നത്. അതിനു മുമ്പ് മഴ ഉണ്ടായത്. ഞങ്ങൾ ഇവിടുന്ന് ശനിയാഴ്ച ഞങ്ങൾ വിഷുവിന് മുമ്പ് തന്നെ ഇവിടുന്ന് ഞങ്ങള് നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഇവിടത്തെ മഴ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ അവിടെ മഴ പെയ്ത്. ഇപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നപ്പോ വീണ്ടും മഴ പെയ്ത്. അപ്പൊ നമുക്ക് നോക്കാം എത്ര ദിവസം മഴ അറിയാൻ പാടില്ല. എങ്കിലും മഴ കാരണം കറണ്ട് പോകും. സൂക്ഷിച്ച് നടക്കുക. ഈ സമയത്തുള്ള വേനൽ മഴ ആരും കൊള്ളാതിരിക്കുക. അസുഖങ്ങൾ വരുന്നതാണ് പെട്ടെന്ന് തന്നെ. വേനൽ മഴ ഭയങ്കര സൂക്ഷിക്കേണ്ട സമയം. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും താമസിച്ചതിന് അടുത്തൊരു പുതിയ വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം RJ. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.